ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇൻഫിനിറ്റോ സീരീസിൽ മിസ് എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും, നോക്കിക്കേ. ഡ്രോ എ റേ ഡയഗ്രാം ടു എക്സ്പ്ലെയിൻ ദ ടേം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള റേ ഡയഗ്രാം നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് മക്കളെ പഠിച്ചിട്ടുള്ളത്? നമ്മുടെ പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അഥവാ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നത് എന്നതിൻ്റെ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ഇതാണ് നമ്മളുടെ പ്രിസം എന്ന് വിചാരിക്കാം. അപ്പോൾ പ്രിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പ്രിസം എന്താണ്? ഇറ്റ്സ് എ ഗ്ലാസ് അല്ലേ. ഇതൊരു ഗ്ലാസ് ആണ്. റെഡി? ഓക്കെ, എന്താണ്? ഗ്ലാസ് ആണ്. അപ്പോൾ ഗ്ലാസ് ആണ്. പുറത്താണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താ? എയർ ആണ്. ആൻഡ് അപ്പുറത്തും എയർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മൾ കടത്തി വിടാണ്. അപ്പോൾ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം വൈറ്റ് ലൈറ്റിനെ കടത്തി വിടാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ലൈറ്റിനെ കടത്തി വിടാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. ലൈറ്റ് ഇവിടെ വന്ന് തട്ടി. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇവിടെ വന്ന് തട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിന് നോർമൽ വരയ്ക്കണം അല്ലേ. അപ്പോൾ നോർമൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെയാണ് നോർമൽ വരിക. റെഡി ആണല്ലോ? നോർമൽ വരച്ചു. ഇനി നമുക്കറിയാം ഇത് ശരിക്കും എങ്ങനെയാണ് പോകേണ്ടതെന്ന് മക്കളെ. ഇതിങ്ങനെ നേരെ പോകണമായിരുന്നു അല്ലേ. പക്ഷെ നമുക്കറിയാം ഇതെന്താണ്? എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് കയറുമ്പോൾ ടുവേർഡ്സ് ദി നോർമൽ ആണ് വരിക അല്ലേ. ടുവേർഡ്സ് ദി നോർമൽ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇത് ബെൻഡ് ആവുക അല്ലേ. അപ്പം നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡായിട്ട് ഇവിടെ പോയിട്ട് തട്ടുന്നു. റെഡി? അവിടെ പോയിട്ട് തട്ടി. ക്ലിയർ ആണല്ലോ? ടുവേർഡ്സ് ദി നോർമൽ ബെൻഡായി. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? അവിടെ നിന്ന് പുറത്തോട്ടേക്ക് പോവാണ് അല്ലേ. അപ്പോൾ ഗ്ലാസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എയറിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് വരയ്ക്കണം മക്കളെ? ഇവിടെ ഒരു നോർമൽ വരയ്ക്കണം അല്ലേ. ഇതാണ് നമ്മളുടെ നോർമൽ എന്ന് പറയുന്നത്. ഇനി പുറത്തോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക നോക്കുക. ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, എവേ ഫ്രം നോർമൽ ആയിരിക്കും. നമുക്കറിയാം എയറിലേക്കാണ് പോകുന്നത്. സോ റെയറർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. സോ എവേ ഫ്രം ദി നോർമൽ ആയിട്ടാണ് വരിക. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? കുറച്ച് ആംഗിൾസ് മാർക്ക് ചെയ്യാം. നമുക്കറിയാം ഇതാണ് I അല്ലേ, ഇതാണ് R. ആൻഡ് ഇവിടെ നിന്ന് അപ്പുറത്തോട്ടേക്ക് പോകുന്ന ഇതാണ് എമർജൻറ്റ് റേ എന്ന് പറയുന്നത് അല്ലേ. എമർജൻറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്, ഇത് എമർജൻറ്റ് റേ ആണ് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻസിഡൻറ്റ് റേ. ഇതോ റിഫ്രാക്റ്റഡ് റേ. ആൻഡ് ദിസ് ഇസ് എമർജൻറ്റ് റേ. നമ്മളോട് ഇവിടെ എന്താണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? എത്രത്തോളം ഇത് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേയുമായിട്ട് ഇവിടെ നിന്ന് പുറത്തോട്ടേക്ക് വന്നിട്ടുള്ള എമർജൻറ്റ് റേ എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നോക്കുക, ഇൻസിഡൻറ്റ് റേ ശരിക്കും എങ്ങനെയായിരുന്നു പോകേണ്ടത്? ഇങ്ങനെ പോകണമായിരുന്നു അല്ലേ. ആൻഡ് എമർജൻറ്റ് റേ ശരിക്കും എങ്ങനെയാ? ഇങ്ങനെ ഇവിടെ നിന്ന് വരുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേൻ്റെയും ഇടയിലുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുക. അപ്പം മനസ്സിലാക്കുക, അതായത് നമ്മുടെ ഇൻസിഡൻറ്റ് റേയിനെയും എമർജൻറ്റ് റേയിനെയും നമ്മൾ ബാക്കോട്ടേക്ക് വരയ്ക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ കൂട്ടിമുട്ടും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ഇതാ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് നമ്മളുടെ ഇൻസിഡൻറ്റ് റേ. ഇത് ഡീവിയേറ്റ് ചെയ്ത് ഇതാ പോകുന്നു. ആൻഡ് ഇതിനെ ബാക്കോട്ടേക്കും വരയ്ക്കും. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എന്താണ് മക്കളെ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ട്ടോ. സോ ദ എമർജൻറ്റ് റേ bends at an angle to the direction of the incident ray. Thus the angle between them is known as angle of deviation. അപ്പോൾ എമർജൻറ്റ് റേൻ്റെയും ഇൻസിഡൻറ്റ് റേൻ്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്രിസ്റ്റൽ ക്ലിയർ ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രിസത്തിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റ് കടത്തി വിടാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ എന്തോ സംഭവിക്കുക അല്ലേ.
അതായത് അത് അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ ഫിനോമിനന് നമ്മളൊരു പേര് പറയും. അതെന്താണെന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയുമെങ്കിൽ വേഗം തന്നെ എൻ്റെ കുട്ടികൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്